ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കുറേ നല്ല ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഫസ്റ്റിൽ ഞാനിവിടെ കുറച്ച് പേഴ്സ്, ചെറിയ 2 പേഴ്സ്, ഒരു ബാഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ലേഡീസ് ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും ഒക്കെ ചെറിയ പേഴ്സും ബാഗും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു കളറൊക്കെ മങ്ങി ഒരു നമ്മുടെ ഒരു കരിമനടിച്ച പോലൊക്കെ ഉള്ള ഒരു കളർ ഇതിൽ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നാലും അതുപോലെ യൂസ് ചെയ്യാതെ കുറേ നാൾ വെച്ചിരുന്നാലും ഒക്കെ ഇതുപോലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് കുറച്ച് ഷാമ്പു ആണ്. ഇതുപോലെ നമുക്ക് 2 രൂപ 5 രൂപയുടെയൊക്കെ പാക്കറ്റിൽ ഷാമ്പു കിട്ടുമല്ലോ. ആ ഷാമ്പു ആയാലും മതി. അപ്പം ഞാനിവിടെ ഒരു 2-3 തുള്ളി ഷാമ്പു ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പം നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കൊരു സ്പൂണിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആണെങ്കിലും അതുപോലെ തന്നെ ഷാമ്പു ആണെങ്കിലും ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അണുക്കളും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിലും പൂപ്പലൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബേക്കിംഗ് സോഡ ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ബേക്കിംഗ് സോഡയും ഷാമ്പുവും കൂടി ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ നല്ലപോലെ ഒന്ന് അലിയണം. അതിനുശേഷം ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ ഒരു തുണി നമ്മൾ ഇതിലേക്കൊന്ന് മുക്കി അതിന് ശേഷം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പേഴ്സിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കറയോ അഴുക്കോ കരിമ്പനോ അതുപോലെ തന്നെ പൂപ്പല് പൊടി ഇതെല്ലാം പോകാൻ വളരെയധികം നല്ലതാണ്. നമ്മൾ മേടിച്ച പോലൊക്കെ എങ്ങനെയാണോ നമ്മൾ വാങ്ങിച്ചപ്പോൾ പേഴ്സ് ഇരുന്നത് അതേപോലെ പുത്തനായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, ഇതിൽ നല്ലപോലെ പൊടി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. കരിമ്പനൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി. ഇനി അടുത്തതേ കണ്ടില്ലേ, ഇത് കുറച്ച് അഴുക്ക് കൂടുതലാണ് ഇതിൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്കിനി ഇതെല്ലാം ഒന്ന് കരിമ്പനടിച്ചൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഇന്നിപ്പോൾ കണ്ട് കാണുമല്ലോ, ഇതിൽ കറുത്ത അഴുക്കിരിക്കുന്നത് കണ്ട് കാണുമല്ലോ. ഇതാ കണ്ടില്ലേ, ആ അഴുക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അഴുക്കുണ്ട് ഇതിൽ. ഇത് കുറേ ആയിട്ട് കരിമ്പൻ അടിച്ച പോലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതുപോലൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ പേഴ്സ് ഇവിടെ നന്നായിട്ടൊന്ന് വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ എൻ്റെ ബാഗാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ബാഗ് കുറച്ച് കളറൊക്കെ ഒരു ഷെയ്ഡായിട്ടിരിക്കുന്നുണ്ട്. അതേ കണ്ടില്ലേ, ഷെയ്ഡായിട്ടിരിക്കുന്നുണ്ട്, കളറൊക്കെ മങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഇതേപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബാഗ് ഇവിടെ ഞാൻ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അഴുക്കെല്ലാം ഇതിലായിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ബാഗ്, അതുപോലെ കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു 20-ൻ്റെയും ഒരു 10-ൻ്റെയും ഒക്കെ നോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നനഞ്ഞ നോട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ പുറത്ത് മഴ സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നോട്ട് നനയാറുണ്ട്. അതുപോലൊക്കെ തന്നെ നമ്മൾ ഓർക്കാതെ കണ്ട് വാഷിംഗ് മെഷീനകത്തും അതുപോലൊക്കെ തന്നെ നമ്മൾ പുറത്തൊക്കെ ഇട്ട് തുണി കഴിയുമ്പോൾ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റിലും പാൻറ്റിൻ്റെ പോക്കറ്റിലും ഒക്കെ ഇതുപോലെ പൈസ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഓർക്കാതെ കണ്ട് തുണിയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ നോക്കുമ്പോഴായിരിക്കും നോട്ടിരിക്കുന്നത്. അപ്പോൾ അത് നനഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നനഞ്ഞ നോട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാനിവിടെ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ അതാ ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നിരത്തിയിടാം. അതിനുശേഷം ഞാനിവിടെ പാനൊന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി കൂട്ടി ഫ്ലെയിം ഒന്നും വെക്കരുത്. അതിനുശേഷം ഈ ഒരു അരി ഒന്ന് ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ അരിയൊന്ന് ഇവിടെ നിന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ നനഞ്ഞ നോട്ട് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരി എടുത്തതിന് മുകളിലോട്ട് ചൂടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുറത്തോ വെയിലത്ത് വെച്ചോ ഒന്നും നമുക്ക് ഉണക്കേണ്ട കാര്യമില്ല. ഇതുപോലെ അരിക്കകത്ത് നമ്മളൊന്ന് വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നോട്ട് പെട്ടെന്ന് ഒട്ടും കേടാവാതെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ആ ഒരു അരിയുടെ ചൂട് കൊണ്ട്. ഇതാ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ നോട്ടെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ചൂടോട് കൂടി ആ ഒരു അരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തോട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്കൊരു 2 മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല. ഈ നോട്ട് എത്ര നനഞ്ഞ എത്ര രൂപയുടെ നോട്ടാണെങ്കിലും നമുക്ക് ഉണങ്ങി കിട്ടും. കണ്ടില്ലേ, ആ നനഞ്ഞ് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷമല്ലേ നിങ്ങളെ കാണിച്ചത്. 2 നോട്ടും പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കുറച്ച് അരി എടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എത്ര നനഞ്ഞ നോട്ടും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുളിക്കാനും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നവരാണല്ലേ? ഇല്ലേ? ഇതേപോലെ നമ്മൾ സോപ്പ് ഉപയോഗിക്കും. സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം അല്ലെ ഒരാഴ്ചയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നല്ല പോലൊക്കെ സോപ്പ് വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെ വേസ്റ്റായി പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾ ഇതുപോലൊക്കെ സോപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം എന്നുള്ളത് 2 മാസമാണെങ്കിലും സോപ്പ് വേസ്റ്റായി പോവില്ല. അടിപൊളി ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാനിവിടെ കുളിക്കുന്ന ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുളിക്കുന്ന സോപ്പാണെങ്കിലും അതുപോലെ തുണി കഴുകുന്ന സോപ്പാണെങ്കിലും ഏത് വേണേലും എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും വാഷ് ബേസിൻ്റെ അവിടെ ഒരു സോപ്പ് വെക്കാറുണ്ടല്ലോ, അതായിരിക്കും കൂടുതൽ യൂസ്ഫുള്ള്. സാധാരണ നമ്മൾ സോപ്പ് പൊട്ടിയിലൊക്കെ സോപ്പ് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്തതിന് ശേഷം സോപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഇതിനകത്ത് പോയാണ് അതെല്ലാം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാതെ കണ്ട് ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് സോപ്പ് വേസ്റ്റ് ആയി പോകത്തില്ല. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ കുളിക്കുന്ന ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത്. കുളിക്കുന്ന സോപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. കമ്പിയോ ആണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ആണി ഈ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെയോ അലൂമിനിയോ അതുപോലെ ആണി അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് നമുക്ക് ഇതിലേക്കൊന്ന് കുത്തി വെക്കാം. ഇപ്പോൾ സോപ്പിൻ്റെ ഇവിടെ ഞാൻ ഇപ്പുറത്താക്കിയിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്കിത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് തിരിച്ചെടുക്കാം. കണ്ടില്ലേ, ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു നാടയാണ് എടുത്തിരിക്കുന്നത്. നാടയോ ടോയിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയുള്ള നമ്മൾ നൂലുണ്ടല്ലോ, തയ്ക്കുന്ന നൂല് കുറച്ച് കട്ടിയുള്ളതുണ്ടാവില്ല, അതിലേത് വേണേലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നാടയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോളിലേക്ക് ഈ നാടയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നാട ഇവിടെ ഈ ഒരു സൈഡിലേക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് രണ്ടും ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലൊക്കെ ഒന്ന് കെട്ടിവെക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടുന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ടോയ്ലറ്റിലാണ് ഇതൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഹാങ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തൊട്ടിട്ട് ഇതുപോലെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് യൂസ് ചെയ്യാം. നമ്മൾ സോപ്പ് പൊട്ടിയിലൊക്കെ ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ സോപ്പ് കട്ട പിടിച്ച് കുറേയൊക്കെ നമുക്കങ്ങ് വേസ്റ്റ് ആവും, സോപ്പ് പൊട്ടിയിലിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.
എന്നിട്ട് നമുക്ക് കൈയൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമ്മൾ സോപ്പ് എടുത്തതിന് ശേഷം ഇതാ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ കൈ കഴുകാം. നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കൈ കഴുകിയാൽ മതി. അപ്പം നമ്മുടെ സോപ്പ് വേസ്റ്റ് ആവത്തുമില്ല. നമുക്കിപ്പോൾ 1 മാസം നിൽക്കുന്ന സോപ്പൊക്കെ ആണെങ്കിൽ 2 മാസം വേണമെങ്കിലും ഇതുപോലൊക്കെ നിൽക്കും, വേസ്റ്റ് ആവത്തില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. നമുക്ക് സോപ്പ് പൊട്ടിയുടെ ആവശ്യമില്ല. കുളിക്കാനാണെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ തന്നെ സോപ്പ് കയ്യിൽ പതച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.